Hi, welcome to this beautiful world. രാജസ്ഥാനിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം ഉദയ്പൂർ, സിറ്റി ഓഫ് ലേക്സ്. ഉദയ്പൂർ സിറ്റിയിൽ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന സ്ഥലമാണ് സിറ്റി പാലസും അതിനോടടുത്തുള്ള പിച്ചോള ലേക്കും. സിറ്റി പാലസിന് ഉള്ളിലേക്ക് പോകാനായിട്ട് മെയിൻ ഗേറ്റിൽ ഒരു ഇലക്ട്രിക് വാഹനം ലഭ്യമാണ്. 50 രൂപ ടിക്കറ്റ് എടുത്താൽ അതിൽ കയറി 9 പേർക്ക് ഉള്ളിലുള്ള ഗേറ്റ് വരെ പോകാം. എന്നാൽ അതിൽ തന്നെ ആയിക്കോട്ടെ നമ്മുടെ യാത്രയും. പാലസിനുള്ളിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് പാലസിന് വെളിയിലുള്ള കാഴ്ചകൾ കാണാം. കാണുന്നത് സൺസെറ്റിന് തയ്യാറായി കിടക്കുന്ന പിച്ചോള തടാകമാണ്. പിച്ചോള തടാകത്തിന് നടുക്കായിട്ട് കാണുന്നത് ഒരു ലക്ഷറി ഹോട്ടലാണ്, ലേക്ക് പാലസ്. ഇതാണ് സിറ്റി പാലസിൻ്റെ ദൂരത്തു നിന്നുള്ള ദൃശ്യം. ഈ പാലസ് സമുച്ചയത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് താജ് ഫത്തേ പ്രകാശ് പാലസ് എന്ന് പറയുന്ന ലക്ഷറി ഹോട്ടൽ. രണ്ടാമത്തേത് ഇപ്പോഴത്തെ രാജാവായ അരവിന്ദ് സിംഗ് താമസിക്കുന്ന പാലസ്. മൂന്നാമത്തേത് ഒരു മ്യൂസിയം. മ്യൂസിയത്തിൽ ടിക്കറ്റ് എടുത്താൽ പബ്ലിക്കിന് പ്രവേശനം. ഞങ്ങളുടെ സന്ദർശന ദിവസം മ്യൂസിയത്തിന് വെളിയിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം അടുത്ത ദിവസം അവിടെ ഏതോ ഒരു വലിയ ധനികൻ്റെ മകളുടെ കല്യാണം, അതിനുള്ള ഡെക്കറേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ വാടക കൊടുക്കുമ്പോഴാണ് കല്യാണവും മറ്റും ഫംഗ്ഷനും നടത്താൻ പാലസ് അനുവദിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 14 പേരടങ്ങിയ ഒരു സംഘമാണ് ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പ്. ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളെയാണ്. ഞങ്ങൾ മ്യൂസിയത്തിന് അകത്ത് കടന്നില്ല. വെളിയിലുള്ള ചില ചുമർ ചിത്രങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്തു. സൂര്യാസ്തമനം ദർശിക്കണം, അതാണ് മെയിൻ കാരണം. മ്യൂസിയം കവാടത്തിൽ നിന്നും തിരിച്ച് ഞങ്ങൾ ഗേറ്റ് കടന്ന് പിച്ചോള ലേക്കിലെ കാഴ്ചകൾ കാണാൻ പുറപ്പെട്ടു.
സിറ്റി പാലസ് ഹോട്ടലും അതിമനോഹരമായ സൂര്യാസ്തമനവും ഇവയായിരുന്നു പിച്ചോള ലേക്കിലെ കാഴ്ചകളുടെ ഹൈലൈറ്റ്.